ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റീനാസ് ഫുഡ് റെസിപ്പീസ്. ഇന്ന് നമ്മുടെ ചാനലിൽ കൂടെ കുഞ്ഞമ്മത്തി വെച്ചിട്ടുള്ള ഒരു അച്ചാറാണ് ചെയ്യുന്നത്. ചാനൽ സപ്പോർട്ട് ചെയ്യണേ. വീഡിയോയുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്നുള്ള ഓപ്ഷനിലൊന്ന് ടച്ച് ചെയ്യുക. അപ്പോൾ ഒരു ബെല്ലൈക്കൺ വരുമ്പോൾ അതൊന്ന് ആക്ടിവേറ്റ് ചെയ്യുക. അപ്പോൾ ഓളെന്നുള്ള ഓപ്ഷൻ കാണും, അതുകൂടി ആക്ടിവേറ്റ് ചെയ്യുക. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് സമയത്ത് ലഭിക്കുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇപ്പോൾ ധാരാളമായിട്ട് കുഞ്ഞമ്മത്തി ലഭിക്കുന്നുണ്ട്. മത്തി ഏതായാലും നല്ല ഗുണമുള്ളൊരു മത്സ്യം തന്നെയാണ്. കുഞ്ഞമ്മത്തി സാധാ കറി വെക്കാൻ അത്ര ടേസ്റ്റിയല്ല, പക്ഷേ നമുക്ക് അച്ചാർ പോലുള്ളതൊക്കെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റിയായിട്ട് സൂക്ഷിക്കാൻ സാധിക്കും. പിന്നെ അധികം വലിപ്പമില്ലാത്തതുകൊണ്ട് നല്ല രീതിയിൽ മൊരിഞ്ഞും കിട്ടും. നമുക്ക് അച്ചാർ ഉണ്ടാക്കാനായിട്ട് നോക്കാം. ചെറുതായിട്ടൊന്ന് മാരിനേഷൻ ചെയ്തതാണ്. കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും ചേർത്തിട്ട് നമുക്ക് കറിവേപ്പിലയിട്ട വെളിച്ചെണ്ണയിലൊന്ന് വറുത്തെടുക്കാം. വളരെ കുറഞ്ഞ അളവിലുണ്ടാക്കുന്നതുകൊണ്ടാണ് വെളിച്ചെണ്ണയിൽ തയ്യാർ ചെയ്യുന്നത്. കൂടുതൽ അളവിലാണെങ്കിൽ നല്ലെണ്ണ ഉപയോഗിക്കുക. അതിനുശേഷം വറുത്ത എണ്ണയിലോട്ട് തന്നെ ഒരു നുള്ള് ഉലുവ ഇട്ട് പൊട്ടിക്കുക. അതിനുശേഷം ഒരു ചെറിയ പീസ് കായും കൂടി ഇട്ടിട്ടുണ്ട്. കായും പൊടിയായിട്ടില്ലാത്തതുകൊണ്ടാണ് അതിലോട്ട് ഇട്ടിരിക്കുന്നത്. പിന്നെ അതിലോട്ട് നാടൻ റെസിപ്പി ആയതിൻ്റെ കുറച്ച് കാന്താരിമുളക് ചേർത്തിട്ടുണ്ട്. കാന്താരിമുളകിൻ്റെ കൂടെ ഒരു കഷ്ണം ഇഞ്ചിയും 5-6 വെളുത്തുള്ളിയും ഒന്ന് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തിട്ടേക്കുന്നതാണ്. അപ്പോൾ നമുക്കൊരു അരപ്പ് പോലെ അത് കിട്ടും. അതുകൊണ്ടാണ് അങ്ങനെ ചേർത്തിരിക്കുന്നത്. പിന്നെ അതിലോട്ട് 1.5 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിലോട്ട് കറിവേപ്പില ചേർക്കാം. ഇനി അച്ചാർ കേടായി പോകാതിരിക്കാനായിട്ട് നമുക്ക് ഇതൊന്ന് തണുത്ത ശേഷം കുറച്ച് വിനാഗിരി ചേർക്കണം. ഇനി എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് കുറച്ച് വിനാഗിരി ചേർക്കാം. ഇനി വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് ഉലുവപ്പൊടിയൊക്കെ ചേർക്കാം. വല്ലാതെ പുളിയോ എരിവൊക്കെ ഒന്ന് ലീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ഒരു നുള്ളു പഞ്ചസാരയും കൊണ്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചെറിയ അളവിലാണ്, പെട്ടെന്ന് തന്നെ യൂസ് ചെയ്ത് തീർക്കാവുന്ന അളവിലാണ് തയ്യാർ ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ വെയിലത്ത് വെച്ചൊന്ന് വെള്ളം വലിച്ചെടുക്കുകയാണെങ്കിൽ കുറേ നാൾ കൂടി ലാസ്റ്റ് ചെയ്യും. ബൾക്കായിട്ട് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. തണുത്ത ശേഷം നമുക്ക് മറ്റു പാത്രങ്ങളിൽ ഇട്ട് വെക്കാം. മത്തി കൊണ്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ്. ഇത് നമ്മൾ ഏതിൻ്റെ കൂടെ വേണമെങ്കിലും ഉപയോഗിക്കാം. ചോറിൻ്റെ കൂടെ, കപ്പയുടെ കൂടെയൊക്കെ നല്ലൊരു ടേസ്റ്റി കറിയാണ്. എല്ലാവരും തയ്യാർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.